ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 20-ാമത്തെ അധ്യായം. അതിൻ്റെ സംഗ്രഹം. പൃഥുവിൻ്റെ ഭഗവത് സ്തുതി ആണ് ഇതിൽ പറയുന്നത്. യജ്ഞപതിയും വൈകുണ്ഠമൂർത്തിയുമായിരിക്കുന്ന ഭഗവാൻ ഇന്ദ്രനോടൊന്നിച്ച് യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ടു. യാഗങ്ങളെക്കൊണ്ട് തന്നെ ആരാധിച്ചതിൽ സന്തുഷ്ടനായിരിക്കുന്ന അദ്ദേഹം പൃഥുവിനോട് പറഞ്ഞു, ഇന്ദ്രൻ അങ്ങയുടെ 100-ാമത്തെ യാഗത്തിന് വിഘ്നം വരുത്തിയവനാണ്. അദ്ദേഹം അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങയെപ്പോലെ മനഃശുദ്ധി വന്ന സജ്ജനങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കില്ല. ശരീരാഭിമാനികൾക്കല്ലേ മറ്റുള്ളവരെ ശരീരമായി കണ്ട് ദ്വേഷിക്കുവാൻ തോന്നുകയുള്ളൂ. അങ്ങയെപ്പോലെ ഉയർന്ന നിലക്കെത്തിയ സജ്ജനങ്ങൾക്ക് പോലും മായ കൊണ്ട് മയങ്ങി ശരീരാഭിമാനികളായി തീരുകയാണെങ്കിൽ സജ്ജന സംസർഗം കൊണ്ട് എന്താണൊരു പ്രയോജനം? സത്സംഗം ശരീരാഭിമാനം നീങ്ങാനുള്ളതല്ലേ? ശരീരം ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയിൽ നിന്നും ഉണ്ടാകുന്ന ആഗ്രഹത്താലും ആഗ്രഹം സാധിക്കാനായി ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുമായും ഉണ്ടായതല്ലേ? അവിദ്യയിൽ നിന്ന് വിട്ടുപോന്ന ആരെങ്കിലും പിന്നെ ആ ശരീരത്തെ താനായി അഭിമാനിക്കുമോ? ശരീരാഭിമാനമില്ലാതെയായാൽ പിന്നെ ശരീരത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്ന ഗൃഹം, പുത്രൻ, ധനം മുതലായവയെ തൻ്റേതായി കണക്കാക്കുമോ? ആത്മാവായ താൻ ഏകനാണ്, ശുദ്ധനാണ്, സ്വയം പ്രകാശ സ്വരൂപിയാണ്, സത്വാദി 3 ഗുണങ്ങളുമില്ലാത്തവനാണ്, ഗുണങ്ങൾക്ക് ആശ്രയീഭൂതനാണ്, എങ്ങും വ്യാപിച്ചവനാണ്, ഒന്നിനാലും മറയപ്പെടാത്തവനാണ്, സർവസാക്ഷിയാണ്, ശരീരത്തോട് ബന്ധപ്പെടാത്തവനാണ്. ഇപ്രകാരം തന്നിൽ താനായി ആത്മതത്വത്തെ അറിയുന്നവൻ പ്രകൃതിയുടെ വികാരമായിരിക്കുന്ന ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും ബ്രഹ്മമായി തന്നെ നിലനിൽക്കുന്നു. അതിനാൽ പ്രകൃതിയുടെ ഗുണങ്ങളോട് ബന്ധപ്പെടുന്നില്ല. ആത്മതത്വത്തെ തന്നിൽ താനായിട്ട് അറിയാൻ മനസ്സ് ശുദ്ധമായി തീരണം. ദിവസേന ശ്രദ്ധയോടെ തൻ്റെ സ്വധർമ്മം കൊണ്ട് ഈശ്വരനായിരിക്കുന്ന എന്നെ ആരാധിക്കുന്നവൻ്റെ മനസ്സ് സാവധാനത്തിൽ ശുദ്ധമായി തീരും. മനസ്സ് നിർമ്മലമായി തീർന്നാൽ ജീവൻ 3 ഗുണങ്ങളും അകന്ന് ബ്രഹ്മകൈവല്യം ആകുന്ന ആ ശാന്തിയെ പ്രാപിക്കുകയും ചെയ്യും. ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയെ സാക്ഷിഭാവത്തിൽ അറിയുന്ന നിർവികാര സ്വരൂപിയാണ് ആത്മാവായിരിക്കുന്ന താനെന്ന് ബോധിക്കുന്നവന് മംഗളമുണ്ടാകും. പഞ്ചഭൂതങ്ങളും അന്ധകരണവും ചിതാഭാസനായ ജീവനും കൂടി ചേർന്ന ശരീരം ആത്മാവായ തന്നിൽ നിന്നും ഭിന്നമാണെന്ന് ബോധിച്ച വിവേകികൾ എന്നിൽ ദൃഢമായ ഭക്തിയുള്ളവരായിത്തീരും. അവർ സമ്പത്തിൽ സന്തോഷിക്കുകയോ ആപത്തിൽ ദുഃഖിക്കുകയോ ചെയ്യില്ല. അതിനാൽ അങ്ങ് തന്നേക്കാൾ ശ്രേഷ്ഠരെയും തുല്യരെയും താണവരെയും സമമായി കാണുന്നവനായി, സുഖത്തിലും ദുഃഖത്തിലും ക്ഷോഭിക്കാത്ത മനസ്സോടുകൂടിയവനായി, ഈശ്വരനായ എന്നാൽ നിശ്ചയിക്കപ്പെട്ട മന്ത്രിമാരോടും പരിവാരങ്ങളോടും കൂടിയവനായി പ്രജാപരിപാലനമാകുന്ന സ്വധർമ്മത്തെ അനുഷ്ഠിക്കൂ. പ്രജാപാലനമാകുന്ന സ്വധർമാചരണം രാജാവിന് ശ്രേയസ്കരമാണ്. പ്രജകളുടെ പുണ്യത്തിൽ 1/6 അവരെ ധാർമ്മികരാക്കി തീർക്കുന്ന ആ രാജാക്കന്മാർക്ക് കിട്ടും. പ്രജകളെ പരിപാലിക്കാതെ നികുതി വാങ്ങുന്ന രാജാവിൻ്റെ പുണ്യം ക്ഷയിക്കുകയും ചെയ്യും. പ്രജകളുടെ പാപം അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. അതിനാൽ അങ്ങ് ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും ധർമ്മത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന് അർത്ഥകാമങ്ങൾ അനുഭവിച്ചുകൊണ്ടും സ്വധർമ്മമാകുന്ന പ്രജാപരിപാലനം ചെയ്യൂ. അങ്ങനെ കുറച്ചുകാലം സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചാൽ അങ്ങയ്ക്ക് വേണ്ടത്ര മനഃശുദ്ധി ഉണ്ടാവും. അപ്പോൾ ജ്ഞാനോപദേശം ചെയ്യാൻ 4 സിദ്ധന്മാർ അങ്ങയുടെ സമീപത്തേക്ക് വരും. രാജാവേ, അങ്ങ് ഇനി എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വരം സ്വീകരിക്കണം. ഞാൻ അങ്ങയുടെ സ്വഭാവഗുണത്താൽ വശീകൃതനായിരിക്കുന്നു. എന്നെ യാഗം, തപസ്, യോഗ ഇവ കൊണ്ടൊന്നും എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. എല്ലാത്തെയും സമഭാവത്തിൽ കാണുന്നവരുടെ ചിത്തത്തിൽ പ്രകാശിക്കുന്നവനാണ് ഞാൻ. ലോകഗുരുവായിരിക്കുന്ന ഭഗവാൻ അരുളിച്ചെയ്തതിനെ പൃഥു തലകുനിച്ച് സ്വീകരിച്ചു. താൻ ചെയ്ത അപരാധത്താൽ ലജ്ജിതനായിരിക്കുന്ന ഇന്ദ്രൻ പൃഥുവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പൃഥു ആലിംഗനം ചെയ്തു. ഇന്ദ്രനോട് തോന്നിയിരുന്ന അനിഷ്ടം ഉപേക്ഷിച്ചു. പൃഥു ചക്രവർത്തി പല പൂജാദ്രവ്യങ്ങളും സമർപ്പിച്ച് അത്യന്തം ഭക്തിയോടെ ഭഗവാന്റെ കാൽക്കൽ ദണ്ഡനമസ്കാരം ചെയ്തു. വിശ്വാത്മാവായ ഭഗവാൻ തിരിച്ചെഴുന്നള്ളാൻ ഒരുങ്ങി. എങ്കിലും പൃഥുവിനെ അനുഗ്രഹിച്ചിട്ട് വേണം പോകാൻ എന്ന് വിചാരിച്ച് പോയില്ല. തൊഴുതുകൊണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ നിന്നിരുന്ന പൃഥുരാജാവിന് ഭക്തി കൊണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി.
അതിനാൽ ഭഗവാനെ വ്യക്തമായിട്ടൊന്ന് കാണാൻ കഴിഞ്ഞില്ല. സ്തുതിക്കാൻ ശ്രമിക്കുമ്പോൾ തൊണ്ട ഇടറിയതിനാൽ വാക്കുകളൊന്നും പുറപ്പെടുന്നില്ല. കുറേ നേരം അങ്ങനെ കഴിഞ്ഞു. പിന്നീട് കണ്ണുനീർ തുടച്ച് പൃഥു ഭഗവാനെ നോക്കി. ഭഗവാനെ കണ്ടിട്ട് കണ്ണുകൾക്ക് തൃപ്തി വരുന്നില്ല. തൃക്കാലുകൾ രണ്ടും ഭൂമിയിൽ ഊന്നി ഇടതുകൈ ഗരുഡൻ്റെ പുറത്ത് വെച്ചും വലതുകൈ ഉയർത്തി തന്നെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ആ ഭഗവാനെ ആ പൃഥുമഹാരാജാവ് സ്തുതിച്ചു. സർവശക്തനായ ഭഗവാനെ, അവിടുന്ന് എന്നോട് വരം വരിക്കാൻ അരുളി ചെയ്തുവല്ലോ. ബുദ്ധിമാന്മാർ ആരെങ്കിലും അങ്ങയിൽ നിന്നും വരം ആവശ്യപ്പെടുമോ? വരങ്ങൾ രണ്ട് വകുപ്പിൽപ്പെടും. ഒന്ന് ശാരീരിക സുഖം, മറ്റൊന്ന് മോക്ഷം. മോക്ഷാനുഭൂതിയെ തന്നനുഗ്രഹിക്കുന്ന നിന്ദ്രവടിയിൽ നിന്നും മോക്ഷത്തിന് അത്യന്തം തടസ്സവും വെറും കൃമികീടങ്ങൾക്ക് പോലും സുലഭവുമായിരിക്കുന്ന ആ ശാരീരിക സുഖത്തെ ചോദിച്ചു വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ മോക്ഷം ആവശ്യപ്പെട്ടുകൂടെ എന്നാണെങ്കിൽ ഞാൻ മോക്ഷത്തെയും ആഗ്രഹിക്കുന്നില്ല. മോക്ഷമെന്നത് ഞാനാകുന്ന ജീവൻ പരമാത്മാവായ നിന്ദ്രവടിയിൽ ഏകീഭവിച്ച് ഒന്നായിത്തീരലാണല്ലോ. മുക്തനായി തീർന്നാൽ ഞാനാകുന്ന വ്യക്തിത്വം ഇല്ലാതാവില്ലേ? എനിക്ക് അവിടുത്തെ അമൃതതുല്യങ്ങളായിരിക്കുന്ന കഥകൾ കേട്ട് മതിയായിട്ടില്ല. അതിനാൽ ഞാൻ മുക്തിയെയും ആഗ്രഹിക്കുന്നില്ല. സജ്ജനങ്ങളുടെ മുഖത്തിലൂടെ ഒഴുകുന്ന ഭഗവത് കഥാമൃതത്തെ ആസ്വദിക്കാൻ എൻ്റെ കാതുകൾക്ക് 10,000 കാതുകളുടെ ശക്തി തന്നനുഗ്രഹിച്ചാൽ മതി. വേറെ വരമൊന്നും എനിക്ക് വേണ്ട. മഹാത്മാക്കളുടെ മുഖത്തിലൂടെ നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ആ ലീലാമൃത ബിന്ദുക്കളെ വഹിച്ചു വരുന്ന വായു ആ ആത്മവിസ്മൃതിയിൽ മുഴുകിക്കഴിയുന്നവരും വേണ്ടത്ര മനഃശുദ്ധിയില്ലാത്തവരുമായ ഞങ്ങൾക്ക് ആത്മബോധമുണ്ടാക്കി തീർക്കും. മംഗളകരങ്ങളായിരിക്കുന്ന കീർത്തിയോടുകൂടിയ ഭഗവാനെ, യാദൃച്ഛികമായിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു മഹാത്മാവിനോട് ബന്ധപ്പെടാനും അദ്ദേഹത്തിലൂടെ നിന്ദ്രവടിയുടെ മഹിമ കേൾക്കാനും ഭാഗ്യമുണ്ടായാൽ വിവേകിയായ ഏതൊരുവനാണ് പിന്നെ അതിനെ കഥാശ്രവണത്തെ മതിയാക്കുക? വല്ല മൃഗപ്രായന്മാർക്കും മാത്രമേ അവിടുത്തെ മഹിമ കേട്ടാൽ മടുപ്പ് തോന്നുകയുള്ളൂ. ലക്ഷ്മി ദേവി പോലും അവിടുത്തെ ഗുണങ്ങൾ തന്നിലേക്ക് പകർന്നു കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ അങ്ങയുടെ ആ കഥാമൃതത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ പുരുഷോത്തമനും സകല ഗുണങ്ങളുടെയും വിളനിലവുമായിരിക്കുന്ന നിന്തിരിവടിയെ ലക്ഷ്മി ദേവിയെപ്പോലെ തീവ്രഭക്തിയോടെ ഞാനും ഭജിക്കാൻ വിചാരിക്കുകയാണ്. എൻ്റെയും ശ്രീദേവിയുടെയും ലക്ഷ്യം അവിടുത്തെ സന്തോഷിപ്പിക്കലാണ്. ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾ തമ്മിൽ കലഹമുണ്ടാവാതെ അവിടുന്ന് തന്നെ നോക്കണേ. ഭഗവാനെ, ലോകമാതാവായ ലക്ഷ്മി ഭഗവതിക്ക് നിശ്ചയമായും എന്നോട് അതൃപ്തിയുണ്ടാവാൻ സാധ്യതയുണ്ട്. ലക്ഷ്മി ദേവിയും അങ്ങയെ ഭജിക്കുന്നു, ഞാനും ഭജിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭക്തിയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടാവും അവിടുത്തെ സേവിക്കുക. ലക്ഷ്മി ഭഗവതി ഐശ്വര്യദേവതയാണ്. സർവൈശ്വര്യ സമൃദ്ധമായ പൂജകൾ കൊണ്ടായിരിക്കും ദേവി നിന്ദ്രവടിയെ ആരാധിക്കുക. ഒന്നുമില്ലാത്തവനായ ഞാൻ ഭക്തി കൊണ്ട് ധാരധാരയായി ഒഴുകുന്ന കണ്ണീരിനാലായിരിക്കും അങ്ങയെ പൂജിക്കുക. അങ്ങ് ദീനവത്സലനായതിനാൽ എന്നോടായിരിക്കും വേഗത്തിൽ അങ്ങ് സന്തോഷിക്കുന്നത്. അതിനാൽ ലക്ഷ്മി ദേവിക്ക് എന്നോട് അനിഷ്ടം തോന്നും. പക്ഷേ എനിക്കതുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. അവിടുന്ന് ആത്മാരാമനല്ലേ? അവിടുത്തേക്ക് ലക്ഷ്മി ഭഗവതിയെ കൊണ്ട് വിശേഷിച്ച പ്രയോജനം ഒന്നുമില്ലല്ലോ. എന്തു വന്നാലും നിന്ദ്രവടി ഭക്തരെ ഉപേക്ഷിക്കില്ല. അതിനാലാണ് നിഷ്കാമഭക്തരായ സാധുക്കൾ മായയെയും മായാകാര്യങ്ങളെയും തള്ളിക്കളഞ്ഞ് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്ദ്രവടിയെ എപ്പോഴും ഭജിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആ പാദസ്മരണ എപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമല്ലാതെ മറ്റൊരാഗ്രഹവും സജ്ജനങ്ങൾക്കില്ല. നിന്ദ്രവടിയെ ഭജിക്കുന്ന എന്നോട് വരം വരിക്കാൻ ആവശ്യപ്പെട്ടതിൽ എനിക്ക് സങ്കടമുണ്ട്. ഭഗവാനെ, വരം വാങ്ങുക എന്നാൽ ഇതേവരെ അങ്ങയെ ഭജിച്ചതിന് പ്രതിഫലം വാങ്ങി പിരിഞ്ഞു പോവുക എന്നല്ലേ അർത്ഥം? അങ്ങനെ എന്തെങ്കിലും പ്രതിഫലം സ്വീകരിച്ച് പിരിഞ്ഞു പോകുന്ന ഭക്തനല്ല ഞാൻ. എനിക്ക് നിന്ദ്രവടിയെയാണ് ആവശ്യം. ഭഗവാന് പകരം കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് തൃപ്തിപ്പെടുന്നവനല്ല ഞാൻ. വരം വരിക്കൂ എന്ന അവിടുത്തെ വാക്ക് ഏതൊരുവനെയും മയക്കുന്നതാണ്. നിന്ദ്രവടിയുടെ ആ വേദവാക്യങ്ങളിൽ മയങ്ങിയതുകൊണ്ടല്ലേ മിക്കവരും വൈദിക കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്നത്. ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങയുടെ മായ കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവരാണ്. അതാണ് സത്യസ്വരൂപനായ അങ്ങയിൽ നിന്നും മിഥ്യാരൂപങ്ങളായ പ്രപഞ്ചപദാർത്ഥങ്ങളെ വരമായി ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടിക്ക് നല്ലതെന്തോ അതിനെ അച്ഛൻ തിരഞ്ഞെടുത്തു കൊടുക്കാറില്ലേ? അതുപോലെ അങ്ങയുടെ മുൻപിൽ ശ്രേയസ് എന്താണെന്നറിയാതെ നിൽക്കുന്ന ഒരു കൊച്ചുകുഞ്ഞാണ് ഞാൻ. എന്തു കിട്ടിയാലാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാവുക അതിനെ അവിടുന്ന് തന്നെ നിശ്ചയിച്ച വരമായി തന്നരുളിയാൽ മതി. ഇങ്ങനെ ഉള്ള വരം ചോദിക്കൽ കേട്ട് ആ ഭഗവാൻ സന്തോഷമായി. അങ്ങയ്ക്ക് എന്നിൽ ഭക്തിയുണ്ടാവട്ടെ. ഭാഗ്യം കൊണ്ടാണ് അങ്ങയ്ക്ക് ഇത്രയും ഉറച്ച വൈരാഗ്യം ഉണ്ടായത്. ഞാൻ പറഞ്ഞ പ്രകാരം കുറച്ചു കാലം പ്രജാപരിപാലനമാകുന്ന ധർമ്മം ആചരിക്കൂ. ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ പോകാൻ തയ്യാറായി.
ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, നാഗങ്ങൾ, കിന്നരന്മാർ, അപ്സരസുകൾ, മനുഷ്യർ, പക്ഷികൾ, ഭൂതഗണങ്ങൾ, വിഷ്ണുപാർഷദന്മാർ ഇവരെ എല്ലാം ആ യജ്ഞേശ്വരനായ ഭഗവാനായി കണ്ടുകൊണ്ട് ആ പൃഥു പൂജിച്ച് സൽക്കരിച്ചു. അവരെല്ലാം ഭഗവാനോട് ഒന്നിച്ചു പോകാൻ ഒരുങ്ങി. ഉപാധ്യായന്മാരോടുകൂടി നോക്കി നിൽക്കുന്ന ആ പൃഥുവിൻ്റെ മനസ്സിനെ അപഹരിക്കുന്നവനായി ഭഗവാൻ സ്വസ്ഥാനത്തേക്ക് തിരിച്ചെഴുന്നള്ളി. ഭഗവാൻ മറഞ്ഞ ദിക്കു നോക്കി നമസ്കരിച്ച് പൃഥു സ്വന്തം രാജധാനിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഹരേ കൃഷ്ണ.